പേര് ഷീബ റെജി. ഞാൻ ഏറ്റുമാനൂരുള്ള വേദഗിരി എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറേ നാളുകളായിട്ട് എൻ്റെ പുറത്തിന് ഭയങ്കര വിലക്കമായിരുന്നു. ചുമയ്ക്കാനും പറ്റത്തില്ല, തുമ്മാനും പറ്റത്തില്ല, നല്ല ശരിക്കും കിടക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നത്. സരീഷ് കുമാർ സാർ അണ്ണൂർ സൃജൻ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഞരമ്പ് അസ്ഥിക്കിടയിൽ കയറുന്നതായിരിക്കും, അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പാട് പോലെ കണ്ടു. തെളിയാതെ വന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് സാർ ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഒരു അസ്ഥിക്കകത്ത് ഞരമ്പിൻ്റെ ഇടയ്ക്ക് ദശ വളരുന്നതായിട്ട് കണ്ട്. സാറ് പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല, മരുന്നുകൊണ്ട് ഒരു തരത്തിലും മാറത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാർസ് ലീവായിൽ വന്ന് സാറിനെ കണ്ട് ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തു. ഇവിടെ അത് നല്ല രീതിയിൽ ചെയ്തു തന്നു. എനിക്കിപ്പോൾ വളരെ വളരെ ആശ്വാസമുണ്ട്. എനിക്കൊരു വേദനകളും വിലക്കങ്ങളും എല്ലാം മാറിക്കിട്ടി. ഇവിടുത്തെ ഡോക്ടർമാരും സ്റ്റാഫും എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എനിക്ക് വളരെ ആശ്വാസമുണ്ട്. അവരുടെ നട്ടലിനകത്ത് ഒരു ദശ വളരുന്ന കേസായിട്ടാണ് സാറ് പറഞ്ഞത്. അത് മാർസ്ലീവ ഹോസ്പിറ്റലിൽ വന്നു. സാറത് പരിശോധിച്ചപ്പം നട്ടലിൻ്റെ മേളിൽ കഴുത്തോട് ചേർന്ന് 5 ഇഞ്ചോളം 4 കണ്ണി നട്ടല് രണ്ടായിട്ട് വേർതിരിച്ചാണ് ഈ മാംസം എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അത് ബോൾട്ടിട്ട് നല്ല രീതിയിൽ നല്ല ചികിത്സ തന്ന് ഇപ്പോൾ അത് ഭേദമാകുകയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നല്ല ചികിത്സകളും കാര്യങ്ങളും എല്ലാമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ മറ്റ് സ്റ്റാഫുകളെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിച്ചു.